എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇന്നലെ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിന്ന് പുതിയൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മളൊരു ആ സ്ഥലം ഏതാണെന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന മുമ്പേ പറയാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരെന്താണ്? ഹെവൻ ഓഫ് കുട്ടേട്ടൻ. എന്തായാലും നമുക്ക് ചാനലിലേക്ക് പോവാം. വാ. ഞാൻ ഇൻട്രൻഷൻ പറഞ്ഞ പോലെ തന്നെ ഏത് സ്ഥലത്തേക്കാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. നമ്മളെല്ലാം യൂട്യൂബിനകത്തൊരു ഫേമസ് വെബ് സീരീസ് ഉണ്ട്, ഒതളങ്ങാത്തുരുത്ത് എന്ന് പറയും. അത് ഷൂട്ട് ചെയ്ത നമ്മുടെ കണ്ടൽക്കാട്ടിലോട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതിപ്പോൾ ഈ സ്ഥലം അറിയപ്പെടുന്നതിന് ഒതളങ്ങാത്തുരുത്ത് എന്നാണ്. എന്തായാലും നമുക്ക് ആ കണ്ടൽക്കാട്ടിൻ്റെ കാഴ്ചയിലേക്കും ആ ഒതളങ്ങാത്തുരുത്തിലേക്കും ഒക്കെ ഒന്ന് യാത്ര പോയി കാണാം. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും ഞാൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, കണ്ടൽക്കാടിൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടൽക്കാടിൻ്റെ അകത്തോട്ട് പോകാം. എന്തായാലും ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാം. ജസ്റ്റ് ഞാനിവിടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഞാനിവിടെ കയറി. എൻ്റെ കൂടെ എന്നും അച്ഛനുണ്ട്. അച്ഛൻ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? ഞാനെന്തായാലും എൻട്രൻസിലോട്ട് കിടക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൽ ഒതളങ്ങാത്തുരുത്തിൻ്റെ എൻട്രി ഈ ഒരു ഇടവഴിയാണ്. വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, വെള്ളത്തിൽ കൂടെയൊക്കെ ചവിട്ടി വേണം നമ്മൾ ഈ കണ്ടൽക്കാട്ടിലോട്ട് പോകാൻ. കണ്ടോ, ഇതാണ് എൻട്രൻസ്. ഇതാണ് നമ്മൾ വന്നത്. എന്തായാലും ഇതിലെ അങ്ങോട്ട് പോകണം. ഇത് കണ്ടോ, ഇത് കണ്ടൽക്കാട് കണ്ടോ, ഇവിടെ കണ്ടോ, ഞണ്ടൊക്കെ ഉണ്ട് കണ്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് കണ്ടോ, വെള്ളമുണ്ട്. ഈ വെള്ളത്തിൽ കൂടെ ചവിട്ടിയാണ് നമ്മൾ പോകണ്ടേ. കണ്ടോ, എന്തായാലും വെള്ളത്തിൽ കൂടെ നടക്കട്ടെ. ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ വെള്ളമില്ല. വെള്ളം കൂടുമ്പോൾ ഇവിടെ കണ്ടോ, കണ്ടൽക്കാടിൻ്റെ ചെടി വിത്താണിത്. ഉണ്ടോ വിത്ത്? ഉണ്ടോ? എന്ത് മനോഹരമായ സ്ഥലമാണെന്നറിയാമോ? കണ്ടോ, ഇതെല്ലാം ചെളിയാ. നോക്കിയിടന്നില്ല, നമ്മൾ മറിഞ്ഞടിച്ച് വീഴും. ഉണ്ടോ? എൻ്റെ കാലിലും നനഞ്ഞു. ഇവിടെ എല്ലാം കണ്ടോ, വെള്ളമാണ്. ഓ, ഇതിലേക്ക് വഴിയുണ്ട് കണ്ടോ. ഇതിനകത്തൊക്കെ ആളുകളുണ്ടെന്ന് തോന്നുന്നു. ഞാനെന്തായാലും എൻ്റെ ഫ്രണ്ടിൽ അച്ഛനുണ്ട്. ഇത് കണ്ടോ, ഞാനെന്തായാലും ഇങ്ങനെ നടക്കുകയാണ് കണ്ടൽക്കാടിൻ്റെ അകത്തൂടെ. ഇവിടെ എന്തോ വെള്ളവും കണ്ടോ, ഈ ഭാഗത്ത് കണ്ടോ, ഒരു കണ്ടൽ ചെടിയെല്ലാം കൂടി ഇങ്ങനെ ചെയ്യും. നമ്മുടെ പ്രകൃതിയുടെ ഒരു അമൂല്യ സംഭാവനയാണല്ലോ കണ്ടൽക്കാട്. കണ്ടൽക്കാടെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളർത്തിയെടുക്കണം നമ്മുടെ പ്രകൃതിയുടെ ഒരു കടമയാണ്. ഈ കണ്ടൽക്കാടിൻ്റെ ചുറ്റും ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ വളരുന്നുണ്ട്, അതുപോലെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ ഒതളങ്ങാത്തുരുത്ത് ഇവിടെ വെബ് സീരീസ് കണ്ട പോലെ ഒതളങ്ങാത്തുരുത്തിൻ്റെ ഈ വഴിയിലൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അച്ഛൻ നടന്നു വന്നത്. ഇപ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ല. വെള്ളം കയറുമ്പോൾ ഇവിടെ മുട്ടോളം വെള്ളമായിരിക്കും ഇവിടെ എല്ലാം. കണ്ടോ, ഇവിടെ എല്ലാം കണ്ടോ, ഇവിടെ എല്ലാം വെള്ളമുണ്ട് കണ്ടോ. തോട് പോലത്തെ സ്ഥലമായി. തോട്ടിലെല്ലാം കണ്ടൽക്കാട് ഞാൻ കിളിച്ചിരിക്കുന്നത് കണ്ടോ. ഞാൻ എന്തായാലും അങ്ങോട്ട് നടക്കുകയാണ്. ഒരു നല്ല രസമുണ്ട് കണ്ടോ. ഓ, എത്ര മനോഹരമായ രസമാണ്. എത്ര സ്ഥലമാണ് ഇതല്ല. ഓക്കെ. ഓ, ഇത് കണ്ടോ. ഓ, ഇനി വെള്ളത്തിൽ കൂടെ നടക്കണം. വെള്ളത്തിൽ ഇറങ്ങണമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, ഞാൻ എന്തായാലും ഇറങ്ങാൻ പോവാ. ഇവിടെ എല്ലാം കണ്ടോ, എൻ്റെ ഫ്രണ്ടിലൊക്കെ ആളുകൾ പോകുന്നുണ്ട്. എന്തായാലും ഞാൻ വെള്ളത്തിൽ കൂടെ ഇറങ്ങാൻ പോവാ. കണ്ടോ, ഓ, ഇവിടെ വെള്ളമാണ്. ഞാനെൻ്റെ പാൻ്റൊക്കെ നിർത്തി. ഓ, അടിപൊളിയാ. കണ്ടോ, വെള്ളത്തിൽ കൂടെ ഇറങ്ങി നമ്മൾ പോകണം. നല്ല വെള്ളമുണ്ട് ഇവിടെ. എൻ്റെ കാലിൻ്റെ ഒരു പകുതികളുണ്ട് വെള്ളം. വെള്ളത്തിൽ കൂടെ വേണം നമ്മൾ ഇറങ്ങേണ്ട. കണ്ടോ, എന്തൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എന്തോ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ കായലിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. കായലിൻ്റെ അകത്തൂടെ ഇങ്ങനെ വെള്ളം കണ്ടോ. ഇവിടെ എല്ലാം കണ്ടൽക്കാടാ. ഇത് കണ്ടോ. ഞാനെന്തായാലും ഇങ്ങോട്ട് നടക്കുക. ഇവിടെ എല്ലാം വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്ന്
കണ്ടൽക്കാട് കൂടെ കാണിച്ച് ഇങ്ങനെ ചെയ്യുക. അച്ഛൻ എന്തായാലും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എൻ്റെത് ഏറ്റവും ഫ്രണ്ടിലുണ്ട് അച്ഛൻ. ഇത് കണ്ടൽക്കാടെല്ലാം ഇവിടെ എല്ലാം ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുക. കണ്ടോ, അകത്തോട്ടൊക്കെ കയറി ചെല്ലാണ്. കണ്ടോ, അല്ല ചേരയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വല്ല പാമ്പോ വല്ലതും. പാമ്പ് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. പാമ്പൊക്കെ ഇതിനകത്തുണ്ടാവും. എന്തായാലും ഞാനിങ്ങനെ നടക്കുക. ഞാനെന്തായാലും ഫ്രണ്ടിൽ പോവുക. ഞാൻ ഇതെല്ലാം കണ്ടിങ്ങനെ നടക്കുക. കണ്ടോ, നമ്മുടെ ഇടതൂർന്നത് ഇവിടെ നമുക്ക് നല്ല ഒരു അനുഭൂതി ഇവിടെ കിട്ടുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇത് കണ്ടോ, ഇവിടെ എല്ലാം വെള്ളമാ സത്യത്തിൽ. കണ്ടോ ഇവിടെ എല്ലാം കാഴ്ച കണ്ട്. സൂര്യനുണ്ട്, സൂര്യനെ കാണാം. അതുപോലെ ഇവിടെ എല്ലാം വെള്ളമാണ്. കണ്ടോ, വെള്ളത്തിനകത്ത് കണ്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നടക്കാൻ തന്നെ സുഖമാണ്. കണ്ടോ, എൻ്റെ ഫ്രണ്ട് അച്ഛതേ നടക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഇവിടെ എല്ലാം ബാക്കിങ് മൊത്തത്തിൽ ഇത് നല്ല അന്തരീക്ഷമാണ്. ഈ കണ്ടൽക്കാട്ടിനകത്ത് ഒത്തിരി ജീവിയോ ഇങ്ങനെ ഇവിടെ ഇതിന് പറ്റി ഈ ആവാസവ്യവസ്ഥ പറ്റി ജീവിക്കുന്നുണ്ട്. ഞണ്ട് ഉൾപ്പെടെയുള്ള പല ജീവികളും ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന വലിയൊരു ഒരു പ്രകൃതി തന്നെ ഉണ്ടാക്കിയ ഒരു പ്രൊട്ടക്ഷനാണ് ഈ കണ്ടൽക്കാടെന്ന് പറയുന്നത്. കണ്ടോ, അതിൻ്റെ ചുറ്റുമൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ജീവികളിങ്ങനെ ഉണ്ട്. ഇങ്ങനെ ചെറിയ ജീവികൾ എല്ലാം നടന്നു പോകാൻ നമുക്കൊരു വഴിയുണ്ട്. ഈ വഴിയിലൂടെ നടന്ന് വേണം നമ്മൾ അങ്ങോട്ടെത്താൻ. അങ്ങോട്ട് കുറേ പേര് പോയിട്ടുണ്ടോയെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കണ്ടൽക്കാട്ടിലോട്ട്. ഈ സ്ഥലം വരുന്നത് ആയിരംതെങ്ങിന്ന് നമ്മൾ കുറച്ച് ദൂരം വരണം. ഇവിടെ വണ്ടിയുള്ളവർക്ക് പെട്ടെന്ന് വരാം. നടന്നു വരുന്നവർക്കാണെങ്കിൽ കുറച്ച് ദൂരം നടക്കേണ്ടി വരും. അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് വരേണ്ടത്. വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ്. ഇത് ഇപ്പോൾ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലാണ് ഈ സ്ഥലം. കേരള ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ ഒരു മനോഹരമായ സ്ഥലമാണ്. എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് സാധ്യതകളൊക്കെ ഒത്തിരി ഉണ്ട്. എനിക്കറിയില്ല ഇവിടെ ഉണ്ടോയെന്ന്. എന്തായാലും ഇത് സത്യത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത് മറ്റേ ഒതളങ്ങ തുരുത്തം എന്ന് പറയുന്ന ആ വെബ് സീരീസിലൂടെ പലരും ഇവിടെ വന്നു. പക്ഷേ ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഡിസ്റ്റർബ് ആകാതെ വേണം നമ്മൾ വന്ന് ഈ കാര്യമൊക്കെ ചെയ്യേണ്ടത്. ഇത് അപ്പുറത്തൊരു ഗ്രാമമൊക്കെ ഉണ്ട്. ആ ഗ്രാമമൊക്കെ കണ്ടിട്ട് ഗ്രാമം അപ്പുറത്ത് താമസിക്കുന്നത്. അവിടെയാണ് ഈ കണ്ടൽക്കാട്. അവരെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സ്ഥലമായി കണ്ടോ. എത്ര മനോഹരമായിട്ട് ഈ കണ്ടൽക്കാട് ഇങ്ങനെ സംരക്ഷിക്കുന്നത്. ഓക്കെ, കണ്ട അവിടെ എന്തോ കിളി സംസാരിക്കണം. എത്ര മനോഹരം. ഇത് കുട്ടേട്ടാന്നാണ് വിളിക്കുന്നത്. എന്തോ വിളിക്കട്ടും കിളിയുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് കായലിൽ നിന്ന് വെള്ളം. കായലാണോ അപ്പുറത്ത്? എനിക്കൊന്ന് ഫിഷറീസിൻ്റെ എന്തോ ഒരു സ്ഥാപനം അപ്പുറത്തുണ്ട്. ആ ഫിഷറീസ് സ്ഥാപനമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അവിടെ മീനൊക്കെ വളർത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അങ്ങനെ അതിൻ്റെ അടുത്തായി കണ്ടൽക്കാട് ഇങ്ങനെ നിൽക്കുന്നത്. ആർച്ചറി എന്ന് പറയും. ആർച്ചറി അല്ലേ? ആർച്ചറി എന്തോ എനിക്കറിയില്ല. എന്തോ ഫിഷറീസിൻ്റെ ആയിരുന്നോ. അവിടെ ഇങ്ങനെ മീനൊക്കെ വളർത്തി അവർ വിൽക്കും. ഫിഷ് ഫാം. അപ്പോൾ ഫിഷ് ഫാം ഇങ്ങനെ മീൻ വളർത്തിയിട്ട് അവർ വിൽക്കും. എന്നാലും ഞാനിത് കണ്ടോ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇതിനു മുമ്പ് അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടോ? പിന്നെ അതിന് ശേഷം വന്നിട്ടില്ലല്ലേ? വന്നിട്ടില്ലല്ലേ? ഇത്ര മനോഹരമായിട്ടാണ് അല്ലേ ഈ കണ്ടൽക്കാടൊക്കെ അല്ലേ നിൽക്കുന്ന കാണാം. ഇതിപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു ഈ കണ്ടൽക്കാടെന്ന് പറയുന്നത് അല്ലേ? ഉണ്ടോ? അതെ. ഇത്ര മനോഹരമായിട്ടാ. ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടെ നടക്കണം. കണ്ടോ, അതിൻ്റെ കാലൊക്കെ ഉണ്ടോ വെള്ളത്തിൽ ഇറങ്ങി. ഇതെല്ലാം ഞണ്ടുണ്ട്. ചെറിയ ഞണ്ടുകൾ. നോക്കിയേ. അയ്യോ ഇല്ല, ചെറിയ എല്ലാം മനോഹരമായിട്ടുള്ളത്. നോക്കിയേ. കേട്ടോ, ഇതിൻ്റെ താഴെ ഇത് കണ്ടോ. ഇതാ പറഞ്ഞ കണ്ടൽക്കാടാണ് ഈ ആവാസവ്യവസ്ഥ എല്ലാം സംരക്ഷിക്കുന്നത്. ഇതിനൊന്നും നമ്മൾ നശിപ്പിക്കുകയൊന്നും ചെയ്യരുത്. ആരും വരുമ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ട് എല്ലാവരും പോവുക. കാരണം നമ്മൾ വീഡിയോ എടുത്ത് പബ്ലിസിറ്റി കൂട്ടുന്നുണ്ട്. പക്ഷേ അത് സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ വന്നിട്ട് അവിടെ ഒരു വേസ്റ്റ് ഇടാതെയും ഒന്നും നമ്മൾ അവിടെ ഏറ്റവും മനോഹരമായിട്ട് വേണം ഒരു സ്ഥലം കണ്ടിട്ട് കൊണ്ട്. ഏത് ടൂറിസ്റ്റ് പ്ലേസ് ആയാലും നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് കണ്ട് അതിനെ സംരക്ഷിച്ച് അതിനെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇടേണ്ടത്. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം കൊണ്ട് കയറുകയും ചെയ്തത് ഇവിടെ. അതുപോലെ തന്നെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലത്ത് മാത്രം വേസ്റ്റ് ഇടുക. വേറെയുള്ള പരിപാടികളൊന്നും ഇവിടെ ചെയ്യരുത്. നമ്മൾ ഇപ്പുറത്ത് ഒത്തിരി ഒരു ഗ്രാമം തന്നെയുണ്ട്. ആ ഗ്രാമത്തിലുള്ള ആളുകളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ വേണം ഈ കണ്ടൽക്കാട് കൊണ്ടുപോകേണ്ടത്. എന്തായാലും ഞാൻ കണ്ടൽക്കാടും കണ്ട് ഇങ്ങനെ നടക്കുക. എന്തായാലും ഇവിടെ വെള്ളമായ എൻ്റെ പാൻ്റെല്ലാം നനഞ്ഞു. എനിക്ക് അപ്പുറത്ത് ഇനി കുറച്ചും കൂടെ ദൂരം കൂടെ ഉണ്ട്. അവിടെ ഒരു ഗ്രാമം പോലെ ഉണ്ട്. ആ ഗ്രാമത്തിൽ ചെല്ലണം. അവിടെ ചെന്ന് അവിടേക്ക് കാണണം. കണ്ടിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം.
പിന്നെ ഞാൻ ഉദളങ്ങത്തുരുത്തി വേറൊരു പാലം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആ പാലം കാണാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് നോക്കും. പറ്റുവാണെങ്കിൽ അവിടെ ഒന്ന് കയറി എന്നിട്ട് രണ്ടൊന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കണം. ഇങ്ങനെ എൻ്റെ വീഡിയോയ്ക്ക് കാര്യം അധികമായിട്ട് റീച്ച് കിട്ടുന്നില്ല. എന്തായാലും നിങ്ങളാരും കാണുന്നില്ലേ? എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ കാണിക്കുന്നില്ലേ? എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ല നല്ല സ്ഥലങ്ങളെല്ലാം കാണിക്കും നിങ്ങളെ. അപ്പോൾ നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനിതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പോയി മനോഹരമായിട്ട് കാണിക്കാം. എനിക്കിഷ്ടമാണ് കാണിക്കാനൊക്കെ. ഇങ്ങനെ വീഡിയോസൊക്കെ കാണിക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനെ ഇതുപോലത്തെ ടൂറിസ്റ്റായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാൻ നടക്കുക അങ്ങനെ. എന്തായാലും അവിടെ ഒരു കായൽ പോലെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകും. ഇതിൻ്റെ പേര് പോച്ചതുരുത്താണ്. പക്ഷേ ആ സീരീസ് ഇറങ്ങിയ ശേഷം ഞാൻ എന്താ പാലത്തിലൂടെ കയറും കേട്ടോ. പാലം ഇച്ചിരി ഡിഫിക്കൽട്ടി ആണ്, എനിക്കൊരു പേടി വരുന്നുണ്ടോ ഇങ്ങനെ എന്നെ പോയാൽ ഞാൻ താഴെ കിടക്കും കേട്ടോ. ഇത് പിന്നെ ആ സീരീസ് ഇറങ്ങിയ ശേഷം ഉദളങ്ങത്തുരുത്തായിട്ട് മാറിയതാണ് കണ്ടോ. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക. ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതെ, മനോഹരമായിട്ടുള്ള സ്ഥലമായത്. ഇത് വിഷ്ണുവിനെ എത്ര മനോഹരമാണ് കാണുമ്പോൾ തന്നെ. ഇവിടെ ഉറപ്പായിട്ടും വന്നു, എല്ലാവരും ഉറപ്പായിട്ടും വന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുക. എന്ന് വെച്ചാൽ അവരെ ശല്യം ചെയ്യാനില്ല. അപ്പുറത്തൊരു ഡാമൊക്കെ ഉണ്ട്. എന്തായാലും ഇത്ര മനോഹരമായിട്ടാ അതുകൊണ്ടോ ആ കാഴ്ചയൊക്കെ നോക്കി ഞങ്ങൾ. ഇത്ര മനോഹരം. ഇവിടെ ഒരു വള്ളവും ബോട്ടും സൂര്യനും എല്ലാം ഉണ്ട്. ഇവിടെ നോക്കി കണ്ടൽക്കാടെല്ലാം നിൽക്കുന്നു. ഇത്ര മനോഹരമായിട്ടാ. ആഹാ, ഇവിടെ കായൽ. ഞാനെന്തായാലും ഇവിടെ നിൽക്കട്ടെ, രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. പഴക്കമുള്ള പാലം കണ്ട, പാലം കണ്ട. ഇത്ര പഴയ പാലം, വർഷം മുമ്പുള്ള പാലം. ഇവിടെ 30 വർഷം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. 30 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഈ ഉദളങ്ങത്തുരുത്ത്. ഇപ്പോൾ ഉദളങ്ങത്തുരുത്താണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഉദളങ്ങത്തുരുത്താണ് ഇത് അറിയപ്പെടുന്നത്. എന്തായാലും ഇവിടുത്തെ കാഴ്ച കണ്ടിങ്ങനെ ഇരിക്കുക. നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഞാൻ എന്തായാലും അവിടെ പാലം കയറിയതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. പാലത്തിനകത്ത് കയറി, പാലം ഇങ്ങനെ കയറി വന്നിട്ട് നല്ല കുറച്ച് പാടുള്ള പാലം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ സ്റ്റെപ്പ് തന്നെ, ഈ പാലത്തിനകത്ത് കയറുമ്പോൾ തന്നെ സ്റ്റെപ്പ് തന്നെ ഒരു കുറച്ച് പാടാണ്. ഈ ഉദളങ്ങത്തുരുത്തിനകത്തൊക്കെ അവർ കയറി വരത്തില്ല. ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു നല്ല രസമാണ്. പക്ഷേ എവിടുത്തെ സ്റ്റെപ്പ് വേണ്ട നമ്മൾ കയറി വരുമ്പോൾ. ഞാൻ തന്നെ പാടുപെട്ടാണ് കയറിയത്. കാരണം വെള്ളം ഒടിഞ്ഞ് വീണാലോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കണ്ടോ. അവിടെ നിന്ന് ചേട്ടനൊക്കെ ഇത് വള്ളവുമായിട്ട് വരുന്നുണ്ട് കണ്ടോ. ഇവിടെ എൻ്റെ കണ്ടൽക്കാടാണ് മനോഹരമായ കണ്ട. ഇതെല്ലാം കണ്ട് ഞാനിത് ഈ പാലത്തിൽ കണ്ടോ. ഈ പാലത്തിൽ കൂടെ ഞാൻ ഇറങ്ങിയത്. ഒരു പാലം കണ്ടോ. പാലത്തിൽ കൂടെ ഞാൻ ഇറങ്ങി വന്നത്. എന്തായാലും ഞാനിങ്ങനെ പാലമൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. സമാധാനമായിട്ട് എത്ര മനോഹരമായിട്ടാണ് ഈ സ്ഥലമൊക്കെ. ഇങ്ങനെ പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഒരു നൊസ്റ്റാൾജിയ തന്നെ നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. എനിക്കാണെങ്കിൽ ഒരു ചേട്ടൻ വരുന്നു വള്ളമായിട്ടേണ്ട. എത്ര മനോഹരം. അടുത്തൊരു ഗ്രാമമോ, ആ ഗ്രാമത്തിൻ്റെ അകത്തോട് കയറണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല അവിടെ. എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. ഇത് ഉദളങ്ങത്തുരുത്തെന്നാണ് പറയുന്നത്. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി ആ സ്ഥലം. പക്ഷെ അവിടെ ഒരു അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല അല്ലേ? ആ കാലത്തിരുത്ത് പോകാൻ പറ്റത്തില്ല അല്ലേ? പോകാൻ പറ്റുമോ? അതെങ്ങനെ? ഇവിടെ പടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പടിയുണ്ട്. ഇതിലേ ഇറങ്ങണം. പടി കണ്ടോ. ഇവിടെ എല്ലാം വീടൊക്കെ ഉണ്ട് ഉദളങ്ങത്തുരുത്ത്. ഇവിടെ എല്ലാം കണ്ടോ. ഒരു വിജനമായ പ്രദേശമാണ് ഇത്, ഒറ്റപ്പെട്ട കണ്ടോ. ഞാനെന്തായാലും ഈ സ്ഥലമെല്ലാം ഇങ്ങനെ കണ്ട് നടക്കും. ഇങ്ങനെ ഇതെല്ലാം കാടും പുല്ലും ഒക്കെ തന്നെ. ഈ സ്ഥലത്തിൻ്റെ നടുക്കാണ് ഈ ആളുകളെല്ലാം താമസിക്കുന്നത്. പണ്ട് ഇവിടെ ആരും അങ്ങനെ വന്ന് താമസിക്കാറില്ല അല്ലേ? ആളുകളുണ്ടായിരുന്നോ? 100-100 വർഷം കൊണ്ട് ആളുകളുണ്ടെന്നാണ് പറയുന്നത് അച്ഛൻ. അമ്മയച്ചു കൊടുക്കണം. സത്യത്തിൽ ഈ പാലമില്ലെങ്കിൽ ഇവർ ഒറ്റപ്പെട്ടു പോയേനെ അല്ലേ? ആണോ? വള്ളമായിരുന്നല്ലേ? മാർഗമില്ലായിരുന്നു. ഇവിടുത്തെ ഇവരും മറ്റേ ഈ കണ്ടൽക്കാനുള്ളതുണ്ട്. ഈ താമസിക്കുന്ന ആളുകൾക്കൊന്നും അങ്ങോട്ട് എൻട്രി ഇല്ലല്ലേ? ഒന്നുമില്ല. അതെ, അത് വേണ്ടെന്നല്ല, ജസ്റ്റ് അവർക്കും കൂടെ ഒന്ന് ജീവിക്കാനുള്ള അവസരം, മാർഗം അധികാരികൾക്കുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ കാര്യം. ഞങ്ങൾ ചുമ്മാ കാണാൻ വന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട. നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ കാര്യം. നിങ്ങൾക്ക് ചിലപ്പോൾ ഫണ്ട് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും. അത് ഫണ്ട് വരുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക.
ണ്ട് ആ 3 ചേട്ടന്മാർ വല വീശാൻ പോവാ. എന്നോട് പറഞ്ഞ് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ചേട്ടൻ വല വീശാൻ പോവാ. അതായത് ഞാനെന്താ വല വീശുന്നതൊക്കെ കാണുമ്പോൾ മുതലങ്ങ തുരുത്തി വന്നിട്ട് കായലിൽ വല വീശാൻ പോവാ. വല വീശുന്നത് എങ്ങനെ കണ്ടോ? എല്ലാവരും കണ്ടോ? ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ചെളിയാ ഇവിടെ എല്ലാം കണ്ടോ? ഇവിടെ എല്ലാം ചെളിയാ. ചേട്ടൻ വല വീശാൻ പോവാ. ഓ അവിടെ വല വീശുണ്ടോ? അത് പെയ്യ വലിച്ചെടുക്കുമായിരിക്കും. ചെളിയുള്ള സ്ഥലത്ത് വീശിയിട്ട് അവിടെ വലിക്കരുത്. ഇറക്കപ്പറ്റായി പോകണ്ടേ? മീനില്ല, പിന്നെ അതുകൊണ്ടാണ് വലിച്ചതേ ഉള്ളൂ. ആണല്ലേ? അവിടുന്ന് ഇവിടം വരെയും വീശിയിട്ടൊന്നും ഇല്ലല്ലേ? ഇറക്കപ്പറ്റായി. അല്ല ഞാൻ പറയുന്നതല്ലേ, ചെളിയിൽ നമ്മൾ വീശിയിട്ട് തീരുമ്പോഴേ ചെളിയിലൊന്ന് മീൻ പതുങ്ങും. അപ്പോൾ ഒരു ഇച്ചിരി കഴിഞ്ഞാൽ വലിക്കാറ്. അവിടുന്ന് ഇവിടം വരെ വീശിയിട്ടൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ പറയാത്ത ഒരു വീശി. ചേട്ടൻ ഞങ്ങൾ പറഞ്ഞനുസരിച്ച് വീശിയതാ, ഒന്നുമില്ലെന്ന് തോന്നുന്നു. ശരി ചേട്ടാ, ശരി. ചേട്ടൻ വീശുന്നതൊക്കെ കണ്ടിട്ട് ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വീശിയൊക്കെ തന്നതേ. ഒരു പോകുന്നു യൂട്യൂബ് ചാനൽ ഹെവൻ ഓഫ് കുട്ടേട്ടനാണ്. കുട്ടേട്ടൻ. ആ ശരി. ചേട്ടൻ എൻ്റെ ചാനലൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ അവിടെ ഒരു പാലമുണ്ട് കേട്ടോ, അവിടെ ഒരു ചെറിയ പാലമുണ്ട്. ഇത് സെയിം അവിടെ കണ്ട അതേ പാലം തന്നെ അവിടെ ഒരെണ്ണമുണ്ട്. എന്തായാലും ഞാനൊന്ന് പാലത്തിൻ്റെ അകത്തോട്ട് അവിടെ നടന്നു പോകും. ഇവിടെ എല്ലാം ചിപ്പിയൊക്കെ ഉണ്ട്, കാല് മുറിഞ്ഞ പ്രശ്നമാകും. എന്തായാലും ഞാനിങ്ങനെ നടക്കുക. ആ പാലത്തിൻ്റെ അടുത്ത് അടുത്ത പാലത്തോട്ട് ഞാൻ കയറാൻ പോകും. അവിടെയാണ് തോന്നി ഉദളങ്ങ തുരുത്തിൻ്റെ സ്ഥലമുള്ളത്. എന്തായാലും നമ്മൾ വന്ന പാലത്തിലോട്ട് കയറുക. അതുകൊണ്ടോ ഞാൻ പാലത്തിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നടന്ന് കയറി. ഇതൊക്കെ പൊളിഞ്ഞ പാലം, കഷ്ടം തോന്നുന്നു. ഞാൻ കുറ്റമൊന്നും പറയാം, അധികാരികളെയൊന്നും അല്ല, നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളൊന്നും ഞാൻ കുറ്റം പറയുമല്ല. നമുക്ക് പറ്റുവാണെങ്കിൽ അവർക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണ്ട. ലിമിറ്റേഷൻ ഇല്ലെങ്കിൽ അവർക്കൊന്ന് ഈ പാലം ഒന്ന് റെഡിയാക്കി കൊടുത്താൽ വലിയൊരു ഉപകാരമായിരിക്കും. അവർക്ക് പോകാമല്ലോ. അല്ല, എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ട, ചെയ്യണ്ട. ലിമിറ്റേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കി കൊടുക്കാമല്ലോ. ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല, നിങ്ങളുടെ ഇഷ്ടം. ഞാനിങ്ങനെ പാലത്തിലൂടെ നടന്നത് താഴോട്ട് ഇറങ്ങുക. ഇവിടെ എല്ലാം പൊളിഞ്ഞ് കിടക്കുക കണ്ടോ? ഇതിങ്ങനെ താഴോട്ടിറങ്ങി കണ്ടോ? ഇതിങ്ങനെ നടന്ന് ഞാൻ അങ്ങോട്ട് പോവുക. എനിക്കറിയില്ല, അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ആ വീട്ടിൻ്റെ അടുത്തൊക്കെ ചെന്ന് ആർക്കെയും വീട്ടിൽ അവിടെ ചേച്ചി കിളച്ചോണ്ടിരിക്കുന്നു. അച്ഛൻ എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇനി വല്ലതും ചോദിക്കാനാണോ എന്നറിയില്ല. നോക്കട്ടെ എന്താ പറയുന്നത്. ഇവിടെ എല്ലാം വീടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വീടാണ്. ഇവിടെ ഒറ്റപ്പെട്ടൊരു ദ്വീപ് പോലെ. ഇവിടെ മനുഷ്യർ ജീവിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആൻറ്റി എന്തോ കപ്പ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അല്ല, ഇവിടെ ഇപ്പം എത്ര കുടുംബങ്ങളുണ്ട്? 10-30 കുടുംബം. ഇത് താമസ സൗകര്യമൊക്കെ വലിയ പാടാണ് അല്ലേ, ഈ യാത്രയും കാര്യങ്ങളും? ഇല്ല, ഞങ്ങൾ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ. ജസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോൾ ബസ് എടുക്കാന്ന് പറയുന്നത് ഇപ്പം ഇവിടെ തന്നെ ഒരു വാഹന സൗകര്യമോ യാത്രാ സൗകര്യമോ ഒന്നും ഇല്ലല്ലോ. വള്ളത്തിലാണ് എപ്പോഴും പോകുന്നത്? അതോ വള്ളത്തിലാണോ? വരുമല്ലേ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ, അല്ലെങ്കിൽ ആശുപത്രി കേസൊക്കെയാണ് വള്ളത്തിൽ പോകേണ്ടത്. എത്ര വീട്ടുകാരുണ്ട് ഇവിടെ? ഇപ്പോൾ 30 വീടുണ്ടെന്ന്. അപ്പോൾ ചന്ദ്രനൊക്കെ ഇപ്പോൾ താമസിക്കുന്നത് അവരൊക്കെ പോയത്. ഓരോരുത്തരോടത്തേക്ക് പോയിക്കൊണ്ടായിരിക്കും അല്ലേ. കാര്യം യാത്രാ സൗകര്യവും മറ്റേ വാഹന സൗകര്യവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ ഈ സ്ഥലത്ത് നിന്നിട്ട് ഞങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ തുരുത്തി ചിലപ്പോൾ നാളെ ഒരു സമയത്ത് ഒറ്റപ്പെടാനുള്ള സാധ്യത ഉണ്ടല്ലേ ഈ കണക്കിന് പോകാൻ? കയറുമല്ലേ? ശരിയാണ്. 10-30 വർഷത്തിന് മണ്ടയ്ക്ക് ഇവിടെ താമസിക്കുന്നു. ഒത്തിരി കുടുംബം ഉണ്ടായിരുന്നു ഇവിടെ. അവരെല്ലാം പിന്നെ യാത്രാ സൗകര്യമില്ല, ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പലരും ഇവിടെ നിന്ന് അങ്ങ് പോയി. ഇനിയും കുറച്ച് പേര് പോകുന്നെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഒരു നല്ല സ്ഥലം, ഒറ്റപ്പെട്ടൊരു സ്ഥലം, നമുക്ക് സമാധാനമായിട്ട് വന്നിരിക്കാം.
അതൊക്കെ ആയിരിക്കും. ഞാനിവിടെ കണ്ടു ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ റിസോർട്ടൊക്കെ തുടങ്ങാമല്ലോ, നല്ലപോലെ റിസോർട്ടൊക്കെ തുടങ്ങി ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ വരുമല്ലോ. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഇത് പരിസ്ഥിതി പ്രശ്നമുണ്ടോ? പരിസ്ഥിതി പ്രശ്നം മാത്രം നമ്മൾ നോക്കിയിരുന്ന ഒരു കാര്യം കാണുന്നില്ല. കാരണം ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടെ ആക്കി മാറ്റിയാൽ ഒത്തിരി പേർക്ക് ഇതും കിട്ടും. അതുപോലെ ഒത്തിരി ആളുകൾ വിദേശത്തു നിന്നൊക്കെ ആളുകൾ വന്ന് ഇവിടെ താമസിക്കും. അവർ പരിസ്ഥിതിയെല്ലാം സംരക്ഷിച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇത് സംരക്ഷിച്ചുകൊണ്ട് പോകാമല്ലോ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞ്, എനിക്കറിയില്ല, ജസ്റ്റ് ഇത് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു നല്ല മനോഹരമായ സ്ഥലമല്ലേ ഇത്. ഇങ്ങനെയൊക്കെ കണ്ട് അതുപോലെ തന്നെ ഒരു പേര് വിട്ടിട്ടു ഉതളങ്ങാത്തുരുത്തെന്ന്. അവർ തന്നെ ഇട്ടൊരു പേരാണ്, അത് തന്നെ കീപ്പ് ചെയ്ത് അങ്ങ് പോവുക. നല്ല മനോഹരമായിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വരും. വിദേശികൾ തന്നെ ഇഷ്ടംപോലെ വരും. ഫോറിനേഴ്സ് തന്നെ വന്ന് ഇവിടെ വന്ന് നമ്മൾ പറയുന്ന പൈസ കൊടുത്ത് ഇവിടെ താമസിക്കും. ഇപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾക്ക് ഇത് കൊടുക്കണം. എൻ്റെ ഒരു അഭിപ്രായമാണേ. ഞാനിത് വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ പറ്റുന്നില്ലെന്ന് കേൾക്കണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഞാനിങ്ങനെ ഈ കാഴ്ചയെല്ലാം കണ്ടിങ്ങനെ നടന്ന് ഇപ്പോൾ നമ്മുടെ ഉതളങ്ങാത്തുരുത്തിൻ്റെ ഈ കാഴ്ചകളെല്ലാം ഈ പ്രകൃതി ഭംഗിയും എല്ലാം കണ്ട് ഇങ്ങനെ മനോഹരമായിട്ട് നമ്മൾ വന്ന വഴി കൂടെ നടന്ന് നമ്മുടെ പാലത്തിലോട്ട് കയറിക്കണം. ഉതളങ്ങാത്തുരുത്തിൻ്റെ എൻട്രി ആയിട്ടുള്ള പാലത്തിൽ കൂടെ നമ്മൾ കയറി നമ്മൾ അപ്പുറത്ത് ഇറങ്ങാൻ പോവാം. എന്തായാലും പ്രത്യേകിച്ച് ഇവിടെ ഇനി വേറെ ഒന്നും കാണാനില്ല. കണ്ടൽക്കാടുണ്ട്. ആ കണ്ടൽക്കാട് കൂടി യാത്ര ചെയ്യുക. അല്ല, കണ്ടൽക്കാടിൻ്റെ ചിത്രങ്ങൾ പുറത്ത് ഇതുപോലെ കാടുകളുണ്ട്. സ്വസ്ഥമായിട്ട് വന്നിരിക്കാം. അവരുടെ സ്വസ്ഥതയ്ക്കിടന്ന് നശിപ്പിക്കാതിരിക്കുക. എല്ലാവരും വരുന്നവരെല്ലാം ഒരു മാനേഴ്സോടെ കീപ്പ് ചെയ്യുക. ഏതായാലും ഞാൻ പാലത്തിൽ കൂടെ കയറാൻ പോവുക. ഉണ്ടോ? പാലത്തിൽ കൂടെ കയറി ഞാൻ എന്തായാലും ഇറങ്ങുക. കണ്ടോ? തിരിച്ച് ഞാൻ പാലത്തിൻ്റെ ഈ കാഴ്ചയും കണ്ട് ഇങ്ങനെ തിരിച്ച് ഞാൻ ഇറങ്ങാമെന്ന് വെച്ചു. ഇനി നമുക്കങ്ങനെ കണ്ടൽക്കാടിൻ്റെ അകത്തൂടെ നടന്ന് നമുക്ക് തിരിച്ചിറങ്ങാം. എന്തായാലും ആ കാഴ്ച കൂടെ കാണിച്ച് നമുക്ക് ആ പാലം ഉണ്ടല്ലോ അവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് ഞാൻ വെച്ചിരിക്കുക. എന്തായാലും ഞാനിങ്ങനെ ഓട്ടിറങ്ങട്ടെ. ഞാൻ പാലത്തിൽ കൂടെ ഇറങ്ങാൻ പോകുന്നുണ്ടോ? എനിക്ക് വീടാത്തീടും കെട്ടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ടോ? കാഴ്ചയെല്ലാം കണ്ട് ഞാൻ പെയ്യെ ഇതിൽ നടക്കുക. ഉണ്ടോ? ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കാനും ഒക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ. എന്തായാലും കണ്ടൽക്കാടിൻ്റെ കാഴ്ചയെല്ലാം കണ്ട് ഇതിലേ പോവുക. നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ് ഇത്. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ്. ഇടുങ്ങിയ വഴി കൂടെ നടന്ന് ഞാൻ വന്ന വഴി കൂടെ നടക്കുക. ഞാൻ പാലത്തിൽ കൂടെ ഇറങ്ങാൻ പോകുന്നുണ്ടോ? എനിക്ക് വീടാത്തീടും കെട്ടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ടോ? കാഴ്ചയെല്ലാം കണ്ട് ഞാൻ പെയ്യെ ഇതിൽ നടക്കുക. ഉണ്ടോ? ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കാനും ഒക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ. എന്തായാലും കണ്ടൽക്കാടിൻ്റെ കാഴ്ചയെല്ലാം കണ്ട് ഇതിലേ പോവുക. നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ് ഇത്. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ്. ഇടുങ്ങിയ വഴി കൂടെ നടന്ന് ഞാൻ വന്ന വഴി കൂടെ നടക്കുക. ഇതുണ്ടോ? എല്ലാം ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോകാൻ പറ്റും നല്ല അടിപൊളിയായിട്ട്. കണ്ടോ? വന്ന വഴി തന്നെ കണ്ടോ? കായലൊക്കെ ഉണ്ട്. കായലിൻ്റെ അടുത്ത് വന്ന വഴിയാണ്. ഇനി വെള്ളത്തിലൊക്കെ ഇറങ്ങണം. ഞാനൊന്ന് ഇതെല്ലാം ഒന്ന് മടക്കി വെക്കട്ടെ. അല്ലെങ്കിൽ ഇട്ട മാൻ്റെല്ലാം നനഞ്ഞ് നാശമാവും. ഇട്ട സ്ഥലമെല്ലാം നനഞ്ഞ് നാശമാവും. ഞാനെല്ലാം മടക്കി എന്തായാലും ഞാൻ നടക്കുക. ഇവിടെ എല്ലാം ഉണ്ടോ? ഇതൊന്നും വരുന്നവരാരും ഇതിനൊന്നും ഉപദ്രവിക്കാനൊന്നും പാടില്ല കേട്ടോ. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകം നമ്മൾ ഈ വരുന്ന ആളുകൾ കാഴ്ച കാണാൻ മതി. കണ്ടൽക്കാടിനകത്ത് ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്. കണ്ടൽക്കാടിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യണം. കണ്ടോ? കണ്ടൽക്കാടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. കണ്ടോ? എന്ത് മനോഹര സ്ഥലം. രണ്ടും ഇവിടെ എല്ലാം കണ്ടോ? കണ്ടൽക്കാട് അച്ഛൻ ഏറ്റവും ഫ്രണ്ടിൽ പോയി. ഞാനത് എന്തായാലും ബാക്കിൽ നിൽക്കുമായിരുന്നു. ഇവിടെ എല്ലാം വീഡിയോ എടുത്ത് നമ്മൾ വന്ന വഴി നമ്മൾ ഇതിലേ ഇറങ്ങി കാഴ്ചയെല്ലാം കണ്ട് നമ്മളിതേ പോവുകയാണ്. കണ്ടോ?
അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ലാവരും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകണം. കാരണം ഇങ്ങനെ എല്ലാം ചെളിയായിട്ടുണ്ട്. ഞാനിപ്പോൾ വന്നപ്പോൾ ആരുമില്ല ഇവിടെ. 2-3 പേര് എന്തോ ഫോട്ടോയൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ കപ്പിൾസായിട്ട് 2-3 പേരൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഏറെയുള്ള നാഷണൽസ് പരിപാടികളൊന്നും ഇതിനകത്ത് ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? അതിനെ നിങ്ങൾ അപകീർത്തിപ്പെടുത്തിയാൽ ഇവിടെ കയറി വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതെപ്പോഴും എല്ലാവരും ഓർക്കണം. കാരണം ഇവിടെ വരുന്നത് മാന്യതയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. വേറുള്ള ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല, മനസ്സിലായോ? കാരണം എന്തിനേയും അപകീർത്തിപ്പെടുത്തുന്നത് നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്. അപ്പോൾ സ്വഭാവം നമുക്ക് എല്ലാവർക്കും സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ആ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും നമ്മളിപ്പോൾ വരുന്നിടത്തും പോകുന്നിടത്തും ഒന്നും കാണിക്കാതിരിക്കുക. നമ്മൾ വന്ന് സ്ഥലം കണ്ട് നമ്മൾ തിരിച്ചു പോവുക. അല്ലാതെ വേറുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. ഇവിടുത്തെ ചെടികൾ പറിക്കുക, ഇവിടുത്തെ ഈ കണ്ടൽക്കാടുകൾ നശിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ മനസ്സ് ഓർമ്മയെത്തും. അതാണ് നമ്മൾ പലയിടത്തു നിന്ന് ഔട്ടാകുന്നത്, പലയിടത്തും അടയ്ക്കുന്നത്, നമുക്കൊന്നും അവിടെ നിന്ന് എൻട്രി ഇല്ലാത്തത്. ഇതൊക്കെ ഒരു മെയിൻ കാരണമാണ്. ഇങ്ങനെ നടന്നതേ നമ്മൾ വന്ന വഴിയാണ്. വന്നപ്പോൾ ഇത്രയും പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇരുട്ടിയപ്പോഴത്തേക്കൊരു പേടി പോലെ ഇതിലേ വരുമ്പോഴേ. എന്തായാലും ഇവിടെ ഇവിടെ ഒത്തിരി പേര് മത്സ്യത്തൊഴിലാളികളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ പണിയും കഴിഞ്ഞിട്ട് ഇത് ഈ വഴിയാണ് പോകുന്നത്. എന്തായാലും ഞാൻ ക്യാമറ വഴിയാണ്. പണിയുണ്ടായിരുന്നു. അല്ല അപ്പോൾ ഈ രാത്രിയൊക്കെ വരുന്ന ഇങ്ങനെയാണോ വരുന്നത്? രാത്രിയൊക്കെ ഇവിടെയുള്ളവരൊക്കെ ഇങ്ങനെയാണ് വരുന്നതെന്നാണ് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അവർക്ക് നമുക്കായിരിക്കും പേടി, അവർക്ക് പേടി വേണ്ട കാര്യമില്ലല്ലോ. ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ വിത്ത്. ഈ സാധനം എന്താണെന്നറിയാവാ? ഇതാണ് കണ്ടൽ ചെടിയുടെ വിത്ത് എന്ന് പറയുന്നത്. കണ്ട, ഇത് വീണാണ് ഇവിടെ ഇത് എവിടെ കൊണ്ടിട്ടാലും കിളിക്കും. അത് ഇവിടെ മാത്രമേ കിളിക്കത്തോളാം. കിളിക്കുമല്ലേ? ഓ, ഈ കാട്ടിൻ്റെ പാമ്പൊക്കെ കാണത്തില്ല. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്, പാമ്പിനെ കുറിച്ച്. ആ, ഉള്ളത് കൊണ്ടാണ് അല്ലേ? അതെ. വരുന്നത് ഇവിടെ വെള്ളമാണ് മൊത്തം. കണ്ടോ? ഇവിടെ ഒരു ഇത് വെള്ളം പോകുന്നുണ്ട്. എന്ത് വേണം? ആർച്ച് മറ്റേ വീട്ടുകാരുടെ വെള്ളമാണ്. വീട്ടുകാരാണ് ഇത്. ഇത് കായലല്ലേ? ഇവിടെ ഒരു കായൽ പോലുണ്ട്. അതായത് നമ്മൾ തിരിച്ചിറങ്ങും. അതിൽ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാതേ ഇടപെടിയുണ്ട്. എത്ര മനോഹരമായി ഇവിടെ ഇങ്ങനത്തെ സ്പോട്ട് കണ്ടെത്തി. ഇങ്ങനെ സ്പോട്ട് ഉള്ളത് കൊണ്ടും പിന്നെ അവരുടെ ആക്ടിങ് കൊണ്ടാണ് ഈ ഒതളങ്ങാത്തുരുത്ത് ഇത്രയും ഹിറ്റാകാൻ കാരണം അല്ലേ? സംശയമുണ്ടോ? ഇങ്ങനത്തെ സ്പോട്ട് കിട്ടിയില്ലെങ്കിൽ ഒതളങ്ങാത്തുരുത്ത് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് തന്നെ അതിൽ എത്ര ആക്ടർ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. അപ്പോൾ ഒരു ആക്ടിങ്ങിന് ആ സ്ക്രിപ്റ്റും വേണം, ആക്ടേഴ്സും വേണം, അതുപോലെ തന്നെ ലൊക്കേഷൻ വേണം. ഇതെല്ലാം ഒരു ഘടകമായിട്ടുള്ള സ്ഥലമാണ്. എന്തായാലും ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ആരും ഒന്നും ഇവിടെ കയറിയാൽ ഒന്നും അറിയത്തില്ല. സത്യത്തിൽ ഒരു രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പേടി വരും. ഇപ്പം ഞാനൊരു 5-6 മണിയായി കാണും, ഇപ്പോൾ 6:30 കാണും സത്യത്തിൽ. ഞാനിപ്പോൾ ഇരുട്ടിയായിട്ടില്ല. എന്തായാലും ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇടവഴി കൂടെ. ഒത്തിരി ആളുകളിങ്ങനെ 2-3 പേരൊക്കെ വന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാം ഇതല്ലേ കണ്ടൽക്കാടെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സംരക്ഷിക്കേണ്ട സാധനം, നശിപ്പിക്കരുത്. എപ്പോഴും സംരക്ഷിക്കേണ്ട സ്ഥലമാണ്. ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കണ്ടോ? 10-30 വർഷം മുമ്പ് തന്നെ ആളുകൾ ജീവിക്കുന്നുണ്ട് അല്ലേ? എത്ര വർഷം? ഒന്നുമല്ല, പിന്നെ 50 വർഷത്തിന് മേളിൽ 100 വർഷത്തിന് ആളുകൾ താമസിക്കുന്നു. ആണോ? അത് ഇപ്പോഴെന്ന് പറയുന്നത് ഈ ആളുകൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം അവർക്ക് യാത്രാ സൗകര്യമില്ല. ഒരാളെ ആശുപത്രി എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ ബുദ്ധിമുട്ട് വന്നാലോ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ വേണം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ രാത്രി കാലങ്ങളിലെന്ന് പറയുന്നത് എഴുതുന്ന ശല്യം കാണും. അത് മാത്രമല്ല വെള്ളം ചവിട്ടി പോകാൻ പല നല്ല വഴിയല്ല, സാംക്രമികമായ രോഗങ്ങളുണ്ടാകും. അപ്പം ഇത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ ജനങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട്. ഇപ്പം നേരത്തെ എന്ന് പറയുന്നത് 1000 എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അയാള് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ വള്ളത്തിലെത്തിച്ച് വേണം അയാളെ അച്ഛന് കൊണ്ടുപോകേണ്ടത്. ഇവിടെ എല്ലാം നമ്മൾ ഇത്രയും പുരോഗമനമായ ഒരു കേരളത്തിൽ ഇന്നും മനുഷ്യർ ഇത്രയും ബുദ്ധിമുട്ട്. ഞാൻ നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട്. ആ എൻട്രൻസിനകത്തോണ്ട് ഞാൻ കയറാൻ പോവാം. എന്തായാലും ഈ സ്ഥലത്ത് വെച്ച് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.
നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. എന്ത് വൃത്തിയുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും എന്നെ കമൻറ്റ് ചെയ്യണം. ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ സബ്സ്ക്രൈബ് നിങ്ങൾ കാണും. ഫുള്ളായിട്ട് വീഡിയോയും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ എനിക്കെന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇവിടെ വെച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ഇട്ട എല്ലാവരും ഉറപ്പായിട്ടും കാണും. അപ്പോൾ ശരി.